+1 ക്ലാസ്സിലെ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററാണ് സെറ്റ്സ്. സെറ്റ്സിനകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ളത് എന്താണ് സെറ്റെന്നും അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്നും ഏതൊക്കെ തരത്തിലുള്ള സെറ്റ്സ് ഉണ്ടെന്നും സെറ്റിലെ മെയിൻ ഓപ്പറേഷൻസും ആണ് പഠിക്കാനുള്ളത്. ആദ്യം തന്നെ നമുക്ക് എന്താണ് സെറ്റ്സ് എന്നും അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് സെറ്റ്സ് എന്ന് നോക്കാം. ദ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. സെറ്റ്സ് എന്താണ്? വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. അതായത് ഒരു കൂട്ടം വസ്തുക്കളെയാണ് നമ്മൾ സെറ്റ്സ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ കൂട്ടം എങ്ങനെയായിരിക്കണം? വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. നമ്മൾക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചില വസ്തുക്കളെയൊക്കെ ഒറ്റ യൂണിറ്റായിട്ട് കണക്കാക്കും. ഏതൊക്കെയാണത്? ഈവൻ ഇപ്പോൾ ഒരു ഫുട്ബോൾ ഗെയിമിൻ്റെ കാര്യം കൺസിഡർ ചെയ്യാം. ഫേമസ് ആയിട്ട് നമുക്കറിയാവുന്ന കുറച്ച് ഫുട്ബോൾ ടീമുകളുണ്ട്. ഏതൊക്കെയാണ്? പോർച്ചുഗീസ്, അർജൻറ്റീന, ബ്രസീൽ എന്നിവയെല്ലാം. എന്നിരുന്നാലും ഈ ടീമുകളെല്ലാം ടീംസിലെ കളിക്കാരുടെ പേരിലാണോ അറിയപ്പെടുന്നത്? ഈവൺ ഇപ്പോൾ ഓരോ ടീംസിലും ഫേമസ് ആയിട്ടുള്ള കളിക്കാരുണ്ടായിരിക്കാം. എന്നിരുന്നാലും മൊത്തം ടീം അറിയപ്പെടുന്നത് ആ പേരിലാണ്, അല്ലേ? ടീമിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് എല്ലാ പ്ലെയേഴ്സും അറിയപ്പെടുന്നത് ആ ഓരോ ടീംസിൻ്റെ ബേസിൽ ആണ്. അപ്പോൾ നമുക്ക് ഈ ടീം ഓഫ് പ്ലെയേഴ്സിന് എന്തായിട്ട് കണക്കാക്കാം? ഒരൊറ്റ സിംഗിൾ ഗ്രൂപ്പായിട്ട് കണക്കാക്കാം. ഇനി വേറൊരു എക്സാമ്പിൾ, പാക്ക് ഓഫ് കാർഡ്സ്. ഒരു കാർഡ്സിൽ, അതായത് ഒരു പാക്ക് ഓഫ് കാർഡ്സിൽ എത്ര കാർഡുണ്ട്? നമുക്കറിയാം 54 ഡിസ്റ്റിങ്ക്റ്റ് കാർഡ് ഉണ്ട്. എന്നിരുന്നാലും ഈ മൊത്തം കാർഡ് ഒരൊറ്റ പാക്ക് ഓഫ് കാർഡ് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. ഇവിടെയൊക്കെ എന്താണ്? വെൽ ഡിഫൈൻഡ് ആണ്. അതായത് ആ കാർഡിനും ടീം ഓഫ് പ്ലെയേഴ്സിനും ഒക്കെ എന്താണ്? ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. മാത്സിലും അങ്ങനെ കുറച്ച് എക്സാമ്പിളുണ്ട്. ആരൊക്കെയാണ്? നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം 1, 2, 3 തുടങ്ങിയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? പോയിൻറ്റ്സ് ഇൻ എ പ്ലെയിൻ. ഒരു എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ചിട്ട് നമ്മളൊരു പ്ലെയിൻ അടയാളപ്പെടുത്തി. ആ പ്ലെയിൻ വരയ്ക്കാൻ ഉപയോഗിച്ച പോയിൻറ്റ്സ് കാണുമല്ലോ, അതെല്ലാം എന്തിൻ്റെ പോയിൻറ്റ്സ് ആണ്? ആ പ്ലെയിനിൻ്റെ മാത്രം പോയിൻറ്റ്സ് ആണ്. അവിടെ നമ്മൾ പ്രത്യേകിച്ച് എന്ത് പറയുന്നുണ്ട്? ഒരു സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേകം ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് പ്ലെയിൻസിൻ്റെ മാത്രം പോയിൻറ്റ്സ് ആണ്. അവിടെയും ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഇങ്ങനെയുള്ള വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ സെറ്റ്സ് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് നിരവധി എക്സാമ്പിൾസ് നോക്കാം. ദ കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ലെറ്റർ ഓഫ് ജെ. എന്താണ്? കളക്ഷൻ ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ. ഒരു വർഷത്തിലെ മാസങ്ങളുടെ കൂട്ടം എങ്ങനെയുള്ളതായിരിക്കണം? ബിഗിനിങ് വിത്ത് ലെറ്റേഴ്സ് ഓഫ് ജെ. ജെ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതായിരിക്കണം. ഏതൊക്കെയാണ് ആ മാസങ്ങൾ? നമുക്കറിയാം, ജാനുവരി, ജൂൺ ആൻഡ് ജൂലൈ. ഈ 3 മാസവുമാണ് ജെ കൊണ്ട് തുടങ്ങുന്ന മാസങ്ങൾ. അതുകൊണ്ട് തന്നെ എന്താണ്? ഇതെല്ലാം വെൽ ഡിഫൈൻഡ് ആണ്. ആകെ ഈ 3 മാസം മാത്രമേ ഉള്ളൂ. ഒരു വർഷത്തിൽ ആകെ ഈ 3 മാസം മാത്രമേ ജെ എന്ന ലെറ്റർ കൊണ്ട് ബിഗിൻ ചെയ്യുന്നുള്ളൂ. അതിനാൽ തന്നെ ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ് ആൻഡ് ഇറ്റ് ഈസ് എ സെറ്റ്. വേറെ എക്സാമ്പിൾ, ദ കളക്ഷൻ ഓഫ് ബോയ്സ് ഇൻ യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിലെ ബോയ്സിൻ്റെ എണ്ണം. ഈവൻ ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലാകെ 50 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. 50ൽ 25 സ്റ്റുഡൻസ് എന്താണ്? ബോയ്സ് ആണ്, അല്ലേ? അതിലൊരു എണ്ണത്തിന് മാറ്റമില്ല. 25 ബോയ്സ് ആണ്, ബാക്കി 25 ഗേൾസ് ആണ്. അവിടെ എന്താണ്? കളക്ഷൻ വെൽ ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് എന്താണ്? ദ കളക്ഷൻ ഓഫ് ബോയ്സ് ഇൻ യുവർ ക്ലാസ്, ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ദ കളക്ഷൻ ഓഫ് ഓൾ ഈവൻ നമ്പർ. ഈവൻ നമ്പറുകളുടെ കൂട്ടം. ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 2, 4, 6, 8 അങ്ങനെ തുടങ്ങുന്ന നമ്പേഴ്സാണ് ഈവൻ നമ്പേഴ്സ്. അവിടെയും എന്താണ്? ഈ നമ്പേഴ്സിനെ എല്ലാം, അതായത് 2, 4, 6, 8 നമ്മൾ കോമൺലി വിളിക്കുന്നത് ഈവൻ നമ്പർ എന്ന് ആണ്. അതിനാൽ തന്നെ ദ കളക്ഷൻ ഈസ് വെൽ ഡിഫൈൻഡ് ആൻഡ് ഇറ്റ് ഈസ് എ സെറ്റ്. നെക്സ്റ്റ് എക്സാമ്പിൾ, ദ കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ സെറ്റ്സിൽ തന്നെ ഈ ടെക്സ്റ്റ് ബുക്കിൽ സെറ്റ്സ് എന്ന് എഴുതിയേക്കുന്ന ചാപ്റ്ററുള്ള ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അതിൻ്റേതായ നിരവധി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നമുക്ക് കൂട്ടിച്ചേർക്കാനോ ആ പ്രിൻ്റ് നമുക്ക് മാറ്റി കൂട്ടിച്ചേർക്കാനോ വെട്ടിക്കളയാനോ സാധ്യമല്ല.
അതിനാൽ തന്നെ അവിടെ എന്താണ്, ദ കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ ഈസ് വെൽ ഡിഫൈൻഡും ആണ്. ഇറ്റ് ഈസ് അതുകൊണ്ട് അതിനാൽ തന്നെ അതൊരു സെറ്റും ആണ്. അടുത്ത എക്സാമ്പിളാണ് എ കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ റൈറ്റർ മുൻഷി പ്രേംചന്ദ്. മുൻഷി പ്രേംചന്ദ് എഴുതിയ നോവലുകളുടെ കളക്ഷൻ. ഇവിടെ പ്രത്യേകം ഒരു റൈറ്ററിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, അല്ലാതെ എ കളക്ഷൻ ഓഫ് നോവൽസ് എന്ന് മാത്രമല്ല, ഒരു പ്രത്യേകം ഒരു റൈറ്റർ നെയിം സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ഇവിടെ എന്താണ്, ദ കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ റൈറ്റർ മുൻഷി പ്രേംചന്ദ് ഈ തുടങ്ങിയ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു സെറ്റുമാണ്. ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ് സ്റ്റേറ്റ്മെൻറ്റും ആണ്. ഇനി നമുക്ക് സെറ്റ്സിൻ്റെ എക്സാമ്പിൾസ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ കളക്ഷൻ ഓഫ് മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ. ഇതെങ്ങനെയാണ്, ദിസ് കളക്ഷൻ ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മെഷർ വൺസ് ടാലൻറ്റ്, ദെർഫോർ ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, മോസ്റ്റ് ടാലൻറ്റഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ റൈറ്റേഴ്സിൻ്റെ കളക്ഷൻ. നമുക്കൊരാളുടെ ടാലൻറ്റിനെ ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അതിനാൽ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. അടുത്ത എക്സാമ്പിൾ, ദ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഇൻ ദ വേൾഡ്. ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള അപകടകാരിയായ ഒരു ആനിമലിനെ നമുക്ക് എന്ന് മാത്രം കണക്കാക്കി ഒരു കൂട്ടം ആനിമൽസിനെ എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിനാൽ തന്നെ എന്താണ്, ദ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഇൻ ദ വേൾഡ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. തേർഡ് എക്സാമ്പിൾ, ദ കളക്ഷൻ ഓഫ് ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്മാൻസ് ഓഫ് ദ വേൾഡ്. ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ഒരു ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പ്രയാസമാണ്. കാരണം എന്താണ്, വൺസ് ടാലൻറ്റ്, ഒരാളുടെ ടാലൻറ്റ് നമുക്കൊരിക്കലും മെഷർ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവർക്കും പല പല കഴിവാണ്. അതായത് ഒരാളുടെ ടാലൻറ്റ് ഒരിക്കലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്, റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. ഇതൊരു സെറ്റുമല്ല, ഇറ്റ്സ് നോട്ട് വെൽ ഡിഫൈൻഡ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ് ആണ്. സെറ്റുകൾ നമുക്കെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? രണ്ട് തരത്തിലാണ് സെറ്റ്സുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്, റോസ്റ്റർ ഫോം ഓർ ടാബുലാർ ഫോം. രണ്ടാമത്തത് സെറ്റ് ബിൽഡർ ഫോം ഓർ റൂളർ മെത്തേഡ്. ആദ്യം തന്നെ നമുക്ക് റോസ്റ്റർ ഫോം എന്താണെന്ന് നോക്കാം. സെറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ലിസ്റ്റിംഗ് ഓൾ ഇറ്റ്സ് എലമെൻറ്റ് സെപ്പറേറ്റഡ് ബൈ കോമാസ് ആൻഡ് എൻക്ലോസിംഗ് ബ്രേസസ്, അതായത് ബ്രാക്കറ്റുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെറ്റിലെ എലമെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യണം. നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, സെറ്റ്സ് ഓഫ് വവൽസ്. സെറ്റ്സ് ഓഫ് വവൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആരൊക്കെയാണുള്ളത്, എ, ഇ, ഐ, ഒ, യു. സെറ്റ്സ് ഓഫ് വവൽസിൽ ആകെ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 5 എലമെൻറ്റ്സേ ഉള്ളൂ. എലമെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ സെറ്റുകളിൽ സെറ്റ്സ് ഓഫ് വവൽസിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെറ്റ് ഓഫ് വവൽസിൽ ഉള്ള ആളുകളെ വിളിക്കുന്ന പേരാണ് എലമെൻറ്റ്സ് എന്ന്. ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 5 എലമെൻറ്റ്സ് ഉണ്ട്. ആരൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു. ഇവരെല്ലാം നമ്മൾ പ്രത്യേകം കോമ ഇട്ട് എഴുതുകയും വേണം. അവരെല്ലാം ഒരു ബ്രാക്കറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുകയും വേണം. ഇങ്ങനെ എഴുതുന്നതിനെയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അതായത് എന്താണ്, സെറ്റ് ഓഫ് വവൽസിനെ നമ്മൾ എങ്ങനെ എഴുതി? സെറ്റ് ഓഫ് എ കോമ ഇ കോമ ഐ കോമ സി ഒ കോമ യു കോമ പിന്നെ നമ്മൾ ബ്രാക്കറ്റ് വെച്ച് അതിനെ ക്ലോസ് ചെയ്തു. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ, സെറ്റ് ബിൽഡർ ഫോം. ഇറ്റ് ഈസ് ദ വോൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സെറ്റ് ഇൻ എ ബ്രാക്കറ്റ്. നമ്മൾ നേരത്തെ കണ്ടു, റോസ്റ്റർ ഫോമിൽ നമ്മൾ എലമെൻസിനെ വേർതിരിച്ച് എഴുതി. ഇതങ്ങനെയല്ല. സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെയാണ്, ആ മൊത്തം സെറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. അതിനെങ്ങനെ വേണം റെപ്രസെൻറ്റ് ചെയ്യാൻ? സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽസ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്. അതായത് മൊത്തം സെറ്റിൻ്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻ വേണം നമ്മൾ ബ്രാക്കറ്റിൽ എഴുതാൻ. ഇങ്ങനത്തെ രീതിയിൽ എഴുതുന്നതിനെയാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. എങ്ങനെ എഴുതണം? സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ
വവൽസ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് ആണ് എക്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ എലമെൻറ്റ്സ് വരും? എ, ഇ, ഐ, ഒ, യു. ഈ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ ഇതിലുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാകണം. ഇങ്ങനെ വോൾ ഡിസ്ക്രിപ്ഷൻ സെറ്റ്സിൽ എഴുതുന്നതിനെയാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമാറ്റാണ് എങ്ങനെ? എക്സ് സച്ച് ദാറ്റ്. പിന്നീട് ആ എക്സ് എന്താണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അത് ഒരു ബ്രാക്കറ്റിൽ എൻക്ലോസ് ചെയ്യുകയും വേണം. നമുക്ക് കുറച്ച് എക്സ് സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ റോസ്റ്റർ ഫോമും സെറ്റ് ബിൽഡർ ഫോമും നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ്: ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. എന്താണ്? ഓഡ് നമ്പേഴ്സ് ആയിരിക്കണം. എങ്ങനെയുള്ളതായിരിക്കണം? 10നെക്കാളും താഴെയുള്ളത് ആയിരിക്കണം. 10നെക്കാളും താഴെ എന്ന് പറയുമ്പോൾ ആര് വരത്തില്ല? 10 അതിൽ ഉൾക്കൊള്ളത്തില്ല. അതുകൊണ്ട് തന്നെ 10നെക്കാളും താഴെയുള്ള ഓഡ് നമ്പേഴ്സ് ആരൊക്കെയാണ്? 1, സെറ്റ് ഓഫ് 1, 3, 5, 7, 9. ഇതാണ് അതിൻ്റെ റോസ്റ്റർ ഫോം. ഈ സെറ്റ് ബിൽഡർ ഫോം നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ഓഡ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. ഇവിടെ ബ്രാക്കറ്റ് ഇട്ട് എൻക്ലോസ് ചെയ്യണം കേട്ടോ. ഇവിടെ ഞാൻ ബ്രാക്കറ്റ് ഇടാൻ മറന്നു പോയിട്ടുണ്ട്. നിങ്ങളത് ഇട്ട് ശരിയാക്കണം. ഇനി ഓഡ് നാച്ചുറൽ നമ്പർ. സെക്കൻഡ് എക്സാമ്പിൾ, ഓഡ് നാച്ചുറൽ നമ്പർ. അതിന് നമുക്കെങ്ങനെ റോസ്റ്റർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം? ഇവിടെ ഓഡ് നാച്ചുറൽ നമ്പർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനാൽ തന്നെ ഇത്ര വരെയെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഓഡ് നമ്പേഴ്സും എന്തിൽ വരും? ഈ ബ്രാക്കറ്റിനുള്ളിൽ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? സെറ്റ് ഓഫ് 1, 3, 5, 7, 9 എക്സെട്ര എന്നും പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്ത് ഡോട്ട് ഇട്ട് പിന്നീട് വേണം എന്ത് ചെയ്യാൻ? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ. കാരണം എന്താണ്? ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എവിടം തൊട്ട് എവിടം വരെയെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതിനാൽ തന്നെ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എന്തിൽ വരണം? സെറ്റ്സിൽ വരണം. നമുക്കൊരിക്കലും ആ സെറ്റ്സിനെ നമുക്കതിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് മൊത്തം ഓഡ് നാച്ചുറൽ നമ്പറിനെ നമുക്ക് എഴുതി ചേർക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് നമ്മൾ പറ്റാവുന്ന 2-3 എഴുതിയിട്ട്, അല്ലെങ്കിൽ ഞാനിവിടെ 9 വരെ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളതിനെ ഡോട്ടിട്ട് റെപ്രസെൻറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്തത്? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തത്. ഇതാണ് അതിൻ്റെ റോസ്റ്റർ ഫോം. ഇനി ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നമ്പർ എന്നും പറഞ്ഞ് നമുക്കതിനെ ബ്രാക്കറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതാണ് അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം. ഇനി ഓഡ് നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ -5 ആൻഡ് +5. -5നും +5നും ഇടയ്ക്കുള്ള ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഇവിടെ എന്താണ്? -5നും +5നും ഇടയ്ക്കുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ -5ഉം +5ഉം എന്ത് ചെയ്യത്തില്ല? നമ്മുടെ റോസ്റ്റർ ഫോമിലോ സെറ്റ് ബിൽഡർ റോസ്റ്റർ ഫോമിൽ വരത്തില്ല. അതായത് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ റെപ്രസെൻറ്റ് ചെയ്യും? ബ്രാക്കറ്റ് ഓഫ് -5ന് ശേഷമുള്ള തൊട്ടടുത്ത ഓഡ് നമ്പർ ആരാണ്? -3. പിന്നെ -1, +1, +3. ഇതിൽ -5ഓ +5ഓ ഇതിൽ വരുന്നില്ല. -5ഉം +5ഉം ഓഡ് നമ്പർ ആണെങ്കിൽ കൂടിയും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഓഡ് നമ്പർ ബിറ്റ്വീൻ -5 ആൻഡ് +5 ആണ്. അതിനാൽ തന്നെ -5ഉം +5ഉം ഈ ബ്രാക്കറ്റിൽ അല്ലെങ്കിൽ ഈ സെറ്റിൽ വരത്തില്ല. ഇതാണ് ഇങ്ങനെ എഴുതുന്നതാണ്. അതായത് ബ്രാക്കറ്റ് ഓഫ് -3, -1, +1, +3 എന്നതാണ് ഇതിൻ്റെ റോസ്റ്റർ ഫോം. ഈ സെറ്റ് ബിൽഡർ ഫോം എന്താണെന്ന് നമുക്ക് നോക്കാം. സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നമ്പർ ബിറ്റ്വീൻ -5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ +5. ഇതാണ് അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം. ഇനി നമുക്ക് സിമ്പിൾസ് നോക്കാം. ഈ സെറ്റുകളിൽ നമുക്ക് വളരെ ആവശ്യമായ കുറച്ച് സിമ്പിളുകളുണ്ട്. ഫസ്റ്റ് തന്നെ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിളാണ് എൻ എന്ന് പറയുന്നത്. രണ്ടാമത് ഇസഡ്, ദ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജർ. ക്യൂ റെപ്രസെൻ്റ് ചെയ്യുന്നത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പർ. ആർ റെപ്രസെൻ്റ് ചെയ്യുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിനെ ആണ്. ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ സെറ്റ്സിൽ നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ദ ഒബ്ജക്റ്റ് ഓർ മെമ്പേഴ്സ് ഓഫ് എ സെറ്റ് ഈസ് കോൾഡ് എലമെൻറ്റ്സ്.
ഒരു സെറ്റ്സിലുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു സെറ്റിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ A = സെറ്റ് ഓഫ് 1 2 3. ഇവിടെ A എന്ന് ഉദ്ദേശിക്കുന്ന സെറ്റ് ആരൊക്കെയാണ്? A എന്ന് ഉദ്ദേശിക്കുന്ന സെറ്റിൽ ആരൊക്കെയാണുള്ളത്? 1 2 3 എന്ന 3 നമ്പേഴ്സാണ് ഉള്ളത്. ഇനി നമുക്കിങ്ങനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം ഓരോ മെമ്പേഴ്സിനെയും? 1 എലമെൻറ്റ് ഓഫ് A. 1 എന്ന് പറയുന്നത് നമുക്ക് അറിയാം, സെറ്റ് എന്ന് പറയുന്നത് എയിൽ ആരൊക്കെയാണുള്ളത്? 1 2 3 ആണുള്ളത്. 1 എന്ന് പറയുന്നത് എയിലെ എലമെൻ്റ് ആണ്. 2 എന്ന് പറയുന്നത് എയിലെ എലമെൻ്റ് ആണ്. 3 എന്ന് പറയുന്നത് എയിലെ എലമെൻ്റ് ആണ്. പക്ഷേ 4 എന്താണ്? എയിലെ എലമെൻറ്റ് അല്ല. അതിനാൽ തന്നെ നമ്മളതിനെ ഇറ്റ്സ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ എന്നാണ് എഴുതിയേക്കുന്നത്. ഈ 1 എലമെൻറ്റ് ഓഫ് എ, എലമെൻ്റ് എന്നല്ല നമ്മൾ എഴുതുന്നത്, ഒരു സിമ്പിൾ ഇട്ടാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു ഗ്രീക്ക് ആൽഫബറ്റായ എപ്സിലോണാണ് നമ്മളതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് 1 ബിലോങ്സ് ടു എ എന്നാണ് അതിന് അർത്ഥം. ഒരു ഇ പോലെ ഇരിക്കും. ഇത് ഗ്രീക്ക് ആൽഫബറ്റ് ആണ്. എപ്സിലോൺ എന്നാണ് അതിൻ്റെ പേര്. അതിനാൽ തന്നെ നമ്മളെങ്ങനെ ഒരു സെറ്റിലെ മെമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യും? 1 എലമെൻറ്റ് എ, 2 എലമെൻറ്റ് എ, 3 എലമെൻറ്റ് എ. ഈ എലമെൻറ്റിന് പകരം നമ്മൾ എലമെൻ്റ് എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ ആ സിമ്പിൾ ഇട്ടാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ സെറ്റിൽ നമുക്കറിയാം 4 ഇല്ല. അതിനാൽ തന്നെ എ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ എന്നാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അതായത് ഇയുടെ മുകളിൽ ചെറിയൊരു സ്ലാഷ് നമ്മൾ ഇട്ടിട്ടുണ്ട്. എപ്സിലോണിൻ്റെ മുകളിലൊരു സ്ലാഷ് ഇട്ടിട്ടുണ്ട്. അതാണ് നോട്ട് ബിലോങ്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനുള്ള സിമ്പിൾസ്. ഓക്കെ, താങ്ക് യു.